ഹായ്, വെൽക്കം. ഇംഗ്ലുവിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ലെസ് ഗോ, ലെസ് സ്പീക്ക് ഇംഗ്ലീഷ് എന്നിങ്ങനെ സെൻറ്റൻസുകൾ പഠിച്ചിരുന്നു. ഇനി ഞാൻ പോകട്ടെ, ഞാൻ ഉറങ്ങട്ടെ, ഞാൻ സംസാരിക്കട്ടെ എന്നിങ്ങനെയുള്ള സെൻറ്റൻസുകൾ, അതല്ലെങ്കിൽ അവർ പോകട്ടെ, അവർ കളിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസുകളെ നമുക്ക് ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പറയേണ്ടത്. എങ്ങനെയാണതെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഉറങ്ങട്ടെ, ഞാൻ പാടട്ടെ, ഇങ്ങനെയൊക്കെ പറയാറില്ല ഇംഗ്ലീഷിൽ. എങ്ങനെയാണത് പറയുന്നത്? സിമ്പിളാണ്. ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതും പറയുന്നത്. ലെറ്റ് മീ സ്ലീപ്പ്, ലെറ്റ് മീ സ്ലീപ്പ്, ഞാൻ ഉറങ്ങട്ടെ. ലെറ്റ് മീ സിങ്, ഞാൻ പാടട്ടെ, ലെറ്റ് മീ സിങ്, ഞാൻ പാടട്ടെ. ലെറ്റ് മീ ഗോ, ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ, ഞാൻ പോകട്ടെ. ലെറ്റ് മീ ഈറ്റ്, ലെറ്റ് മീ ഈറ്റ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിക്കട്ടെ, ഞാൻ ബിരിയാണി കഴിക്കട്ടെ. ഇങ്ങനെയാണ് ഇത്തരം സെൻറ്റൻസുകൾ പറയുന്നത്. ഇനി നമുക്ക് മറ്റു സബ്ജക്ട്സുകളുടെ കൂടെ, ഉദാഹരണത്തിന് അവൻ, അതല്ലെങ്കിൽ അവൾ, അവർ എന്നതിൻ്റെയൊക്കെ കൂടെ ലെറ്റ് ചേർത്ത് നോക്കാം. ലെറ്റ് ഹിം ഗോ, ലെറ്റ് ഹിം ഗോ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞാൽ അവന് നമ്മൾ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണത് പറയുന്നത്. ലെറ്റ് ഹിം ഗോ. ലെറ്റ് ഹിം സിം ലെറ്റ് ഹിം സിങ്, ലെറ്റ് ഹിം സിങ്, അവൻ പാടട്ടെ. ഷീ ഈസ് നോട്ട് ഹിയർ, സോ ലെറ്റ് ഹിം സിങ്, അവൻ പാടട്ടെ. ഓക്കെ. ലെറ്റ് ദം പ്ലേ, അവർ കളിക്കട്ടെ. സ്റ്റുഡൻസ് ആർ ഫ്രീ നൗ, ലെറ്റ് ദം പ്ലേ, അവർ കളിക്കട്ടെ. ഓക്കെ. ലെറ്റ് ദം കം, അവർ വരട്ടെ, ഞാനിതവിടെ വെയിറ്റിങ്ങിലാണ്. ലെറ്റ് ദം കം, അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കുന്നു? ലെറ്റ് ദം കം, അവരിങ്ങോട്ട് വരട്ടെ, ഞാൻ മീറ്റ് ചെയ്യാൻ റെഡിയാണ്. ഐ ആം റെഡി ടു മീറ്റ് ദം ഹിയർ. ലെറ്റ് ദം കം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ലെറ്റ് ഉപയോഗിക്കുന്നത്. ലെറ്റിൻ്റെയും ലെറ്റ്സിൻ്റെയും ഉപയോഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ലെറ്റ് ഹെർ സിങ്, ലെറ്റ് ഹിം സിങ്, ഓക്കെ. ലെറ്റ് ഹിം സ്റ്റഡി, ലെറ്റ് ഹിം സ്പീക്ക് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ, അതല്ലെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ. ലെറ്റ് ദം, ലെറ്റ് ദം, ദേ എന്നത് ദം, ലെറ്റ് ദം കം, ലെറ്റ് ദം കം, അവർ വരട്ടെ. ലെറ്റ് ദം ഗോ, ലെറ്റ് ദം ഗോ, അവർ പോകട്ടെ, കുഴപ്പമില്ല, ലെറ്റ് ദം ഗോ, അവർ പോകട്ടെ. മനസ്സിലായി കാണും എന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ തവണകളായി നമ്മുടെ ക്ലാസ്സുകൾ കണ്ടും കേട്ടും ഇംഗ്ലീഷ് കൂടുതൽ തറവാക്കുക. അതുപോലെ തന്നെ മാക്സിമം കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ പഠിക്കുന്ന സെൻറ്റൻസുകളും പ്രയോഗങ്ങളുമൊക്കെ, യൂസേജസുമെല്ലാം ഉപയോഗിച്ചും പ്രയോഗിച്ചും ഇംഗ്ലീഷ് കൂടുതൽ മെച്ചപ്പെടുത്തുക. All the very best. Thank you. Bye-bye. Take care.